കൊച്ചി പുല്ലേപ്പടിയിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള അപകടം എന്നാണ്. മാധവ്, കൊച്ചി നഗരത്തിൽ പുല്ലേപ്പടി പാലത്തിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആക്രിക്കടക്കാണ് തീപിടിച്ചിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റ് മുമ്പാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ആക്രിക്കടയാണ്, എന്നാൽ വലിയ തോതിൽ ആക്രി സാധനങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ ആളിപ്പെടാനുള്ള ഒരു സാധ്യതയില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണക്കുന്നുണ്ട്. ഇതിന്റെ ഉടമയടക്കമുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇത് സാധാരണഗതിയിലുള്ള ഒരു തീപിടുത്തം. ഫർണിച്ചർ മാത്രമേ കത്തിയുള്ളൂ ആ ഗോഡൌണിലുണ്ടായിരുന്ന. എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. മരത്തിന്റെ ഫർണിച്ചറുകൾ മാത്രം. അതാണ് കത്തി പിടിച്ചത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട്. ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ സംശയം? അല്ല, ഒന്നുമില്ല. അല്ല, ഷോർട്ട് സർക്യൂട്ട് ഇവിടെയാണുള്ളത്, ഫ്രണ്ടിലാണുള്ളത്. ഫ്രണ്ടിലാണ് കറണ്ട് ഉള്ളത്. എത്ര നേരമായി? ഇതിപ്പോൾ ഒരു മണിക്കൂർ മുമ്പ്. അതും അങ്ങനെയാണ്. ഏതാണ്ട് 1 മണിക്കൂറായി എന്നാണ് ഉടമ പറയുന്നത്. തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ സാധനങ്ങളും മറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ആക്രിക്കടയുടെ ഉൾഭാഗം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കൊച്ചി നഗരത്തിൽ MG റോഡിനോട് ചേർന്ന് പുല്ലേപ്പടി പാലത്തിനോട് ചേർന്നുള്ള ഒരു ആക്രിക്കടയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഗതാഗതമടക്കം ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമടക്കം ഇപ്പോൾ തിരിച്ചുവിടുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്ന കാര്യം വ്യക്തമല്ല. ഏതാണ്ട് 1 മണിക്കൂറോളമായി തീപിടുത്തം ഉണ്ടായിട്ട് ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതലും ഫർണിച്ചറുകളാണ്, അതായത് പഴയ ഫർണിച്ചറുകളും മറ്റുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനാണ് കൂടുതൽ തീപിടുത്തം ഉണ്ടായത്. ചേട്ടാ, കുറെ നേരമായി തീ പിടിച്ചിട്ട്? എന്തൊക്കെയാ കത്തി? 1 മണിക്കൂറായി ഇപ്പൊ തീ പിടിച്ചിട്ട്. അത് മറ്റേ ഫയർഫോഴ്സിന്റെ വണ്ടി വന്ന് ഉടനെ തന്നെ അത് തീ അണക്കിയത്. ഇതാണ് നിയന്ത്രണ വിധേയമായി. സാധനങ്ങൾ ഉണ്ടായിരുന്നു? സാധനങ്ങൾ ഫർണിച്ചറുകളാണ് കത്തിയാണ് കൂടുതലും. പഴയ ഫർണിച്ചറുകൾ കത്തിയാണ്, അല്ലാണ്ട് വേറെ കൂടുതൽ സാധനങ്ങളൊന്നും ഇതിൽ സ്റ്റോക്ക് ഉണ്ടായില്ല. മാധു, അതാണ് എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പുല്ലേപ്പടിയിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. ആക്രിക്കടക്കാണ് തീപിടിച്ചത്. വലിയ തോതിൽ സാധനങ്ങളില്ല, അതുകൊണ്ട് തീ പടരില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആത്മവിശ്വാസം.